Yes, Sanjay, good afternoon. Bindu Satya, good afternoon. Ashwini, good afternoon. Srilashmi, Reshma, good afternoon. Sabira, good afternoon. Vismaya, good afternoon. Farida, good afternoon. Aradiya, let us start. Yes. Okay. Okay, Asha. Yes, good afternoon. Okay. അപ്പോൾ നമുക്ക് ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ന് വിചാരിക്കും. All are the teachers teaching in a ഭാഷ ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാരാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. ഒരു 500 കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂൾ വരെയുള്ള ഒരു സ്കൂൾ അധ്യാപികമാരാണെന്ന് നിങ്ങൾ വിചാരിക്കും. ആ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ എച്ച് ഞാനാണെന്നും വിചാരിക്കുക. സപ്പോസ് അപ്പൊ ഞാനിപ്പോ അധ്യാപികമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുക. ആൻഡ് യു ആർ അറ്റൻഡിങ് ദ മീറ്റിംഗ്. നിങ്ങൾ എല്ലാവരും മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. വേറെ ഒന്നൊരു സംഭവം, നമ്മൾ ഈ വരുന്ന ഓണം എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ചയാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ ഹൗ, എങ്ങനെ വേണം, എന്തെല്ലാം ഐറ്റംസ് വേണം, എന്തെല്ലാം ഗെയിംസ് വേണം, എന്തെല്ലാം കൾച്ചറൽ കോമ്പറ്റീഷൻ വേണം. അപ്പൊ വെറൈറ്റി ആയിട്ടൊക്കെ ആർക്കൊക്കെ പറയാൻ സാധിക്കും, അതുപോലെ ഉൾപ്പെടുത്തുക. സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ കൂടി പറയുന്നു. നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികമാരാണ്. 500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലെ അധ്യാപികമാരാണ്. ഓണം സെലിബ്രേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയും. ഹൗ ഇറ്റ് ഈസ് ടു ബി കണ്ടക്ടഡ്. അതിന്റെ കൂട്ടത്തില് ദ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്. ഈ പരിപാടി മാത്രം പറഞ്ഞാൽ പോലെ അതിന്റെ ഫണ്ട് എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് കൂടി ഇന്ത്യയിലെ ഓരോരുത്തർക്ക് അവരുടേതായ അഭിപ്രായം പറയാം. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്. യെസ്, നമുക്ക് മീറ്റിംഗ് ആരംഭിച്ചാലും. സോ ലെറ്റ് us start the meeting. അപ്പോൾ ടുഡേ മൈ ഡിയർ ടീച്ചേഴ്സ്, we are summoned here to have a discussion about our Honor celebration 2025. How it is to be celebrated, what are the items that is to be included in the Honor celebration, and how to mobilize the fund for this purpose. All these things should be included in our today's discussion. So, my dear teachers, I request all of you to give your suggestions, your opinions about the celebration of Honor. Okay? Yes. I am Adi Marino. Who is the first one? Okay, I teacher എന്തെങ്കിലും പറയുമ്പോൾ അതിലൂടെ എന്തെങ്കിലും അഭിപ്രായമുള്ളവർക്ക് അത് വേണമെങ്കിൽ സംശയങ്ങളൊക്കെ ചോദിക്കട്ടെ. അപ്പൊ അത് ഡീറ്റെയിൽ ചെയ്ത് കൂടെ. യെസ്, ഓണം സെലിബ്രേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. യെസ്, who is the first one to start? ഫസ്റ്റ് പറയുന്ന ആൾക്ക് വീണ്ടും ഒരു ചാൻസ് കൂടി തരാം പറയാനായി. യെസ്, ഹിബ, ഗുഡ് ആഫ്റ്റർനൂൺ.
Hiba, are you ready? Sir, ഞാനിപ്പോ ക്ലാസ്സിന് കയറി എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. Yes. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം ഹിബ. നിങ്ങൾ എല്ലാവരും ഒരു സ്കൂളിൽ അധ്യാപികമാരാണെന്ന് വിചാരിക്കുക. ഞാനാണ് അവിടുത്തെ HM എന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്, അധ്യാപകരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുക. വേറെ ഒന്നുമല്ല, 2025 ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെ ആഘോഷിക്കണം എന്നുള്ളതാണ് ചർച്ച. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റിംഗ് പ്രസന്റ് ചെയ്യാം. ഇതൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് നോട്ടീസ് ബോർഡിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞാൻ ക്ഷണിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഓണം സെലിബ്രേഷൻ. ഓക്കെ ഓണം സെലിബ്രേഷൻ. അതെ, ഓണത്തെ കുറിച്ചാണ്. അടുത്ത ആഴ്ച ഓണമാണ്. അപ്പൊ ഓണത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓണം സെലിബ്രേഷൻ നമ്മൾ ഇംഗ്ലീഷ് പറയാൻ നോക്കുന്നത്, അതോളൂ. വേറെ ഒന്നും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസ് വെച്ച് പറഞ്ഞു. വെറൈറ്റീസ്. ഓക്കെ, are you ready? ഒപ്പീനിയൻ ആണോ പറയേണ്ടത്? Opinion. How it is to be implemented. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഐറ്റംസ് വേണം, എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ വേണം, എങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യണം, ഡ്രസ് കോഡ് ഒക്കെ വേണം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. യെസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മോഡറേറ്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മികച്ച അഭിപ്രായം ആരുടേതാണെന്ന് അറിയാമായിരുന്നു. ആരാണ് മോഡറേറ്റർ എന്നാണ്? Yes. Okay, I'll start. I am not prepared. I'll start. Okay. ഇവ തുടങ്ങി വെച്ചത് എന്റെ ഐശ്വര്യം. ഇതിനു മുമ്പ് 2-3 കാര്യങ്ങൾ ഇപ്പൊ തുടങ്ങി വെച്ചിട്ട് വളരെ ഐശ്വര്യം. അപ്പൊ അതുകൊണ്ട് you start. Okay. We need what? ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരുടെയും ടീച്ചർമാരാണ്. അങ്ങനെ തന്നെ ആരംഭിച്ചോളൂ. So there should be Onam Sadhya. Yes. For that we can ask children to bring each items. Yes. Oh, yes. So it won't make much expense. Yes. And on the same way we can put Pookalam. Yes, Pookalam. Yes. For that also we can tell children to bring some local flowers. Yes. To collect. We can tell them to collect from locality only. No need to buy and all. Yes. Then and our teachers will എന്താ പറയാ, ഈ വട്ടത്തിൽ ഇങ്ങനെ കളിക്കുന്ന കളിയില്ല. I don't know എന്താ പറയാന്ന് എനിക്കറിയില്ല. തിരുവാതിര. We teachers will play Tiruvadira. And we should have pot ഇങ്ങനെ, അതിന് എനിക്ക് പറയുന്ന അറിയില്ല. ഇങ്ങനെ പോട്ട് ഇങ്ങനെ താത്തി മേലെ ഇങ്ങനെ കളിക്കുന്ന ഒരു സാധനമില്ല, അതിന് അറിയില്ല എന്താ. പോട്ട് പ്ലേ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് അടിക്കുന്നൊരു കളിയില്ല, എന്താ അറിയില്ല എനിക്ക് അതിന് പറയുന്നത് എന്താണ്. ഒരു പോട്ടിനകത്ത് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മേലെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നത്. അങ്ങനെ ഉറിയടി. So we should create more traditional plays so that children will get to know with the our tradition of Kerala. Yes. And Vadamveli will be very excited for children. So we should make group for children, and we can make them participate. Yes. And what else? And each class should prepare Pookalam. Yes. So that will be a competition for them. Yes. And from our side, I mean the school side, we should provide payasam to all the all the children in our school. Yes, I will tell this to the management to provide
wisdom to the students. Okay, continue, Kiba. Then let them dress in traditional Onam style, so that Yes, will be a new what yes, new experience for them. So we yes, can that also. No need to compel them. Like that also is a very good idea. And yes. then what else? That's it. That's I, all. that's all. Very good, very good, very good. That's very good, very good. Okay, Kiba വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിലൂടെയൊക്കെയാണ് പോയത്. പിന്നെ അതിൽ വ്യത്യസ്തമായിട്ട് ആർക്കും വേണമെങ്കിൽ പറയാം. സജിന, ഞങ്ങളിവിടെ ഓണ സെലിബ്രേഷനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്കൂൾ അധ്യാപികമാരാണെങ്കിൽ ഈ ഓണ സെലിബ്രേഷനെ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നൊരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ആ മീറ്റിംഗിൽ ഓരോരുത്തരുടെ നിർദ്ദേശങ്ങളും പുതിയ പുതിയ ഐഡിയാസുമാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയാണ് എങ്ങനെയാണ് ഓണ സെലിബ്രേഷൻ സ്കൂൾ നടത്തേണ്ടത് പഠിപ്പിക്കുന്ന സ്കൂളാണ് വിചാരിച്ചത്. ഓക്കെ സജന, what are your opinions? In my opinion, I prefer first all children's boys should wear mund and shirt. Yes. Girls wear pattu pavada and the Yes. teachers wear set sari. Yes. And sir also wear mundu Yes. sattu. Yes. Okay. Then every class conduct പൂക്കളം മത്സരം Yes. competition. Okay. Then children's കാലഘട്ടത്തിനനുസരിച്ചൊരു വെറൈറ്റി ഐറ്റംസ് കൊണ്ട് പോട്ടെ. Something different. പോന്നോ? then traditional ഓണ സദ്യ. Traditional Sadhya in the note. Yes. Then some competition Yes. for children's like കസേരകളി, ഉറിയടി, Yes. Yes. and വടംവലി. Yes. നല്ല പ്രകൃതി. Yes. Then I like Antakshari to play. Antakshari to play. Oh yes. Sajana teacher, will you participate in Antakshari? Parts, You like? You like Antakshari competition? I like. Yes. Very good. Very good. Very good. Then that's it. No other changes. Yes. Okay, Sajana. Very good. Very good. Very good. ഇനിയും അഭിപ്രായങ്ങൾ വല്ല പരിപാടിയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താം. യെസ്. അപ്പോ ഹിബ പറഞ്ഞു, സജന പറഞ്ഞു അവരുടെ അഭിപ്രായങ്ങൾ. യെസ്. ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ള അഭിപ്രായം പറയുന്നു. ഈ 2025 ഇതൊക്കെ നമുക്ക് ട്രഡീഷണൽ ആണ്. വെറൈറ്റി ഐറ്റംസ് ഗൂഗിൾ സ്റ്റൈലിലൊക്കെ ഉൾപ്പെടുത്തും. നമുക്ക് ഈ ട്രഡീഷണൽ ഐറ്റംസിനെ കൂടെ നമുക്ക് ഇന്ന പരിപാടിയും കൂടി നടത്താം, അല്ലെങ്കിൽ ഇന്ന പോലെ. യെസ്. ബിന്ദു സത്യൻ. യെസ്. കാവ്യ. മുമ്പൊക്കെ നിങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ദിവസം ഞാൻ. അർച്ചന അച്ചു. യുവർ ഒപ്പീനിയൻ, യുവർ സജഷൻ. ഹിബ പറയുന്നു വൺ ഷുഡ് ബി മഹാബലി. ഒരാള് മഹാബലി ആവണം. യെസ്. അർച്ചന അച്ചു. യെസ്. അശ്വതി വിശാഖ്.
your opinion, how to celebrate Onam? Archana വരുന്നുണ്ട്. അർച്ചനയ്ക്ക് ശേഷം പോയി അശ്വതിയിലോട്ട് വരാം. Yes, അർച്ചന പറഞ്ഞോളൂ. Morning, children's play competition, column competitions, dance, songs, Yes. games. Okay. Evening, Onangali, Yes. parents Onangalis, Yes. and Onangali. Non Subya. Yes. Fund PTA president, management, teachers, collect, Yes. school parents and school relatives. Yes. Okay. Okay, Archana. Yes. PTA president, parents and teachers. Okay. They will be included. Okay. Farida. Sir. Yes, sir. Yes. Farida. How to conduct? First. Reads on Onam. We said variety of nutrition. Okay, Farida, 1 minute. People are reels and yes, other competition I talk about. Make a reels on Onam. Okay, Farida, you continue. Respected principal and my dearest colleagues. Yes, oh, very good. Dearest colleagues, very good. Today, we all know we conduct a meeting to planning about our Onam celebration in this year. Yes. We know 2025 is a very meta model. Yes. Children are always spending time with the mobile phone, and small children also know how to make reels and Yes. variety of videos. So this Onam, we should Okay, Farida, continue. Very good, continue. Even small children, they can make reels and videos. Okay, very perfectly. Yeah. So our support, we should try to much support to give our kids, and we make a variety Onam celebration in our school. Yes. Then also we include our traditional roles in Onam. Yes. Onam is the celebration of prosperity. So Yes. in every class, we make a competition, make floral carpet like Pookalam. Yes. Then followed by a traditional Onam Satya. Yes. So then afternoon, we celebrate a grand cinematic dance. Cinematic dance. Oh, okay. Yeah. Very good. Yes. Teachers and kids mingling with the dancing party. Yes. Okay. We should give permission to wear color dress on that day. Yes. Okay. That will be correct. No problem. Okay, we can, our teachers, we can use a color code Yes. on that day. And Hiba teacher told her that it should be Hiba അത് കഴിഞ്ഞ ശേഷം പറഞ്ഞത് അർച്ചന സാരി ആയാലും ഉണ്ട് അല്ല അഞ്ചനിയാണ് പറഞ്ഞത് അല്ലേ ഓക്കെ യെസ് ഫരീദ Then followed by some play items. Yes. Like എന്താണ് കിട്ടുന്നില്ല സർ.
Very good, very good. Okay, Farida. Farida വളരെ നന്നായിട്ട് പറഞ്ഞു. Very good, very good, very good. Keep it. Yes. Okay, okay, okay. ഇതിന്റെ അകത്തൊരു എ എന്ന് പറയുന്ന ആളെ കാണുന്നുണ്ടല്ലോ. Yes. Binsi. Binsi Jason. Yes. Aina Anil. Minu Manoj. Yes. Padmasri. Yes. Agra. Ashwini, are you ready? Yes, sir. Yes. Respected headmistress and my dear teachers, I prefer all children participating and performing the overall program. Yes. Performance like Pookalam, Yes. traditional dances like Tiruvadira, folk performances like Puligali, and songs. Yes. And games like fun games for both students and teachers, like lemon and spoon, kaserakali, Yes. chakli chattam, Yes. could be included. Okay. And Onam Sadhya, Yes. a grand feast with the traditional Kerala dishes is highlight of the celebration. Yes. That's also. Okay. Very good. Very good. Okay. Okay. Yes. Very good. Very good. Very good. Then Anjali. Yes. Safina. Srikuti. Anjali, are you ready? Oh, a rap song. Onam. Okay. Okay. Hiba. Anjali, are you ready? സർ പിന്നെ മോഡേൺ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെറുങ്ങനെ ഓരോന്ന് കിട്ടുന്ന അതിലിടുന്നത്. Yes. Very good. Very good. Very good. Variety. സ്ഥിരം കാണുന്നതല്ല. Variety. Very good. Very good. Shakira. എന്ന് പറയുന്നത് വരാം. എയിലോട്ട് വരാം. ഷക്കീല, are you ready? എന്താണെന്ന് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു. അതായത് ഷക്കീല സ്കൂളിൽ പഠിപ്പിക്കുന്നു. അവിടുത്തെ സ്കൂളില് ഓണം സെലിബ്രേഷനെ കുറിച്ച് ഷക്കീല എങ്ങനെ വേണം എന്നുള്ള ഷക്കീലയുടെ അഭിപ്രായം ആണ് പറയുന്നത്. Your opinions, your views. ഒന്ന് ആലോചിച്ചോളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എ എന്ന് പറയുന്ന ആളില്ലേ? ഹലോ സാർ. യുവർ നെയിം? അപർണ. അപർണ. അപർണയുടെ എ ആയിട്ട് മാറിയതല്ലേ? യെസ്, പറഞ്ഞോളൂ. Okay, sir, we are conducted to plan an Onam celebration in our school. Yes. And the program will be conducted on 29th August in the school auditorium Yes. at 10:30 a.m. to 3:30 p.m. Oh, very good, very good. Time schedule ഒക്കെ fix ചെയ്ത് correct. Very good, very good. Next, the program may begin with a welcome speech and a short introduction about the significance of Onam and the king of Mahabali. Yes, very good. Students can dress in traditional Kerala style. Yes. And the day may include events like Pookalam competition, Onam songs, Tiruvadira dance, skits on Onam, etc. Yes. Then Uriyadi and tug of war. Yes. Then teachers and the students together can arrange an Onam Sadhya, etc. Yes. Then the celebration can conclude with a message highlighting the value of unity, equality, and cultural heritage of Onam. Yes. And the funds
are collected from teachers and students. Okay, that That's is very important thing. Yes. Okay, Archana. Then Archana told that mother is cooking program. Okay. Yes, very good. Adira. Anshuraj. Yes. ഞാൻ ആർക്കും പറയാം. Yes. ആർക്ക് വേണമെങ്കിൽ പറയാം ഓണം സെലിബ്രേഷനെ കുറിച്ച്. യെസ്. ഓക്കെ, മുമ്പൊക്കെ നമ്മൾ ഒരു ചർച്ചയ്ക്ക് ഞാനൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാല് ചാടി പാർവതി, അശ്വതി, സുധീഷ, കാവ്യ, ബിനി, നീതുമോൾ, ലിയ, ആന്റണി, അബി, ഫസാന, അഞ്ജു, രാജി, ഫരീദ, സുധീഷ്, ലിബി, ശാന്തിരാജ്, രേഷ്മ, മുഹസീന, ഐശ്വര്യ, മനോജ്, ശില്പ, അഭിജിത്ത്, മേഘന, ഐശ്വര്യ, ഷെറിൻ, ഇവരൊക്കെ സ്ഥിരം ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. യെസ്, വേറെ വിഷയം പറയുമ്പോ സജന, ശ്രീകുട്ടി, അശ്വതി, വിസ്മയ, അഞ്ജലി, ഹിബ, സബീര. യെസ്, ഓണം ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ. വെരി ഗുഡ്. അത് കൊള്ളാം. ഓണം ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ. യെസ്, സുധീഷ, അർച്ചന, അച്ചു, അശ്വതി, കാവ്യ, ഫരീദ, ശില്പ, മഹസീന, ജിനി, ഐശ്വര്യ, മനോജ്, നവ്യ, ശാന്തിരാജ്, ഷെറിൻ. യെസ്, നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കഴിവ് നിങ്ങൾ അത് വീണ്ടും ഉറക്കിക്കിടത്തിരിക്കുകയാണ്. യെസ്, ഇനി ആർക്കെങ്കിലും പറയാനുണ്ട് ഓണത്തെ കുറിച്ച്? യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓണത്തെ കുറിച്ച് മച്ച് ബെറ്റർ ഈസ് വീഡിയോ എഡിറ്റിംഗ് കോമ്പറ്റീഷൻ. ഓക്കെ, ഫരീദ പറയുന്നു ലെറ്റ് us include വീഡിയോ എഡിറ്റിംഗ് കോമ്പറ്റീഷൻ. ഓക്കെ ഫരീദ, ലെറ്റ് us include that also. അതുകൂടി നമുക്ക് ഉൾപ്പെടുത്താം. നോ പ്രോബ്ലം. യെസ്, കണ്ടക്ടിങ് സ്റ്റോറി ടെല്ലിംഗ് സെക്ഷൻ about മഹാബലി's return. മഹാബലിയുടെ തിരിച്ചു വരവിനെ കുറിച്ച് ഒരു സ്റ്റോറി ടെല്ലിംഗ്. യെസ്, വെരി ഗുഡ്. അത് നമുക്ക് പ്രാവർത്തികമാണ്. തിരിച്ചു വീണ്ടും മഹാബലി വന്നാൽ. യെസ്, വെരി ഗുഡ്. യെസ്, അത് നമുക്ക് അങ്ങനെ ഉൾപ്പെടുത്താം. യെസ്. ഇനി വെറൈറ്റി. ഓക്കെ. അപ്പൊ ഓണം അഭിപ്രായങ്ങൾ കേട്ടു. ഇനി ഈ വീഡിയോ ഇടയ്ക്ക് നിങ്ങൾക്ക് പറയാം. ഞാൻ ഓണത്തെ കുറിച്ച് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇംഗ്ലീഷിൽ. നേരത്തെ ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും ചോദിക്കുകയാണ്. യുവർ ആൻസർ പോയിന്റ് ഒന്നും കിട്ടും, അത് പറഞ്ഞാൽ മതി. വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ഓണം? വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ഓണം? ഫരീദയുടെ ആൻസർ കറക്റ്റ് ആണ്. യെസ്, ദ ആൻസർ ഈസ്, ഹിബ പറഞ്ഞത് ശരിയാണ്, ബിൻസി പറഞ്ഞത് ശരിയാണ്. കേരള ഈസ് നോൺ ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ഓണം. ഓണത്തെ കുറിച്ചുള്ളത്. Next question. Name of the king associated with the legend of Onam. Name of the king associated with the legend of Onam. മഹാബലി. ഓക്കെ ശ്രുതി, കറക്റ്റ് ആൻസർ ആണ്. മഹാബലിയാണ്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കിങ് ആരാണ്? ആ കിങ് ആരാണ്? മഹാബലിയാണ്. യെസ്, മഹാബലി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അർച്ചന, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മന്ത് ഇൻ മലയാളം കലണ്ടർ ഡസ് ഓണം fall under? യെസ്, ഓക്കെ ബിന്ദു, ബിൻസി, correct answer ആണ്. അപർണ, അയന, that month is called Chingam. Yes, Chingamara.
Yes, very good, very good, very good. Next question. Which avatar of Vishnu is associated with the legend of Onam? Okay, Aparna, Ashwini, Andrea. Correct answer, Anna. The answer is Vamana. Vamana. Yes. Vishnuവിന്റെ അവതാരമായിട്ട് വരുന്നത് വാമനനാണ്. Yes. Correct, correct. Next question. The traditional floral decoration made during Onam is called dash. Aina, Hiba, Farida, Shakila, Aparna. Yes, your answers are correct. Correct. That is called Pookkala. Yes, the traditional floral. Okay. The traditional floral decoration made during Onam is called Pookkala. Yes. Another question. Okay, the traditional feast, FEAST, served during Onam is known as dash. Okay, Hiba. Okay, Farida. Yes, yes. Okay. Andrea, correct answer. The answer is Sadhya. ഓണത്തിന് അന്ന് കൊടുക്കുന്ന ആ സെർവ് ചെയ്യുന്ന ഫുഡിനെ പറയുന്നതാണ് ഓണസദ്യ. കറക്റ്റ് ആൻസർ. Next question. How many days Onam traditionally celebrated? Okay. Correct answer. Your answer is right. That is called 10 days. 10 days. ഇന്ന് ആരംഭിച്ചു അല്ലേ? Yes. Next question. The dance form, F-O-R-M, the dance form popularly performed by women during Onam. Avarna, Bindu, Binsi, correct answer. That dance is called Tiruvadira. That dance is called Tiruvadira. Yes, correct. Your answer is right. Tiruvadirayanu traditional ആയിട്ട് പെൺകുട്ടികൾ കളിക്കുന്ന കളികൾ പറഞ്ഞിരിക്കുക. Next question. The most consumed fruit, F-R-U-I-T, during Onam season is dash. The most consumed fruit, Shakila. Yes, okay. Shakila, Anju, correct. Banana. Yes. ഈ പഴം പുഴുങ്ങിയതില്ലാത്തൊരു ഓണസദ്യ ഉണ്ടാവില്ല. അപ്പോ ബനാന ഇസ് ദ മോസ്റ്റ് കോമൺ ഫ്രൂട്ട് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ഓണം. യെസ്. ബനാന. ഓക്കെ, റഹ്മത്ത് കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The previous day to Tiruvanam is known as dash. The previous day to Tiruvanam is okay, Aina. Yes, actually, but previous day. Previous to the Tale Dusamana to Tiruvanathin the Taledus. Tiruvanathin the Taledusumana. Utrada in the level of about. That is correct answer is Uttrada. Yes. Okay, Archana. Next question. The term T-E-R-M. The term used for new clothes worn, W-O-R-N, during on. The term used for yes. ഇത് ഓണക്കോടി നടക്കിയോ? കോടി. കറക്റ്റാണ്. ഓണക്കോടി. യെസ്. ഓണത്തിന് കിട്ടിയാൽ ഓണക്കോടി, ഓണം കഴിഞ്ഞിട്ട് കിട്ടിയാൽ
തോർത്തുമുണ്ട് എന്നൊരു ഒരു സംസാരമില്ലേ? യെസ്, ഓണക്കോടിയാണ്. ദ ടൈം യൂസ്ഡ് ഫോർ ദ ന്യൂ ഡ്രസ് ഡ്യൂറിംഗ് ദി ഓണം സീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോദ്യം ഇത്തിരി ലെങ്ത് ആണ്, ഉത്തരം പക്ഷെ ചെറുതാണ്. വിച്ച് ആർട്ട് ഫോം, ART, ആർട്ട് ഫോം പെർഫോംഡ് ഡ്യൂറിംഗ് ഓണം ഇൻവോൾവ് dances painted as leopards and tigers? Yes. അതല്ല, leopards. Yes. പുലികളി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ന് പറയാം കടുവാകളി എന്ന് പറയാം. കഥകളിയല്ല, കടുവാകളി. യെസ്, ചോദ്യത്തിൽ അങ്ങനെയല്ല. ഡാൻസേഴ്സ് പെയിന്റഡ് ആസ് ലിയോപാർഡ്സ് ആൻഡ് ടൈഗേഴ്സ്. ഈ ഇരിക്കുന്ന നമ്മളിത് കാണുന്ന ഈ 23 പേരില് തൃശ്ശൂർ ജില്ലയിലുള്ള എത്ര പേരുണ്ട്? ഓക്കെ, ഹിബ. യെസ്, അർച്ചന തൃശ്ശൂരാണ്. അർച്ചനയുണ്ട്, ഫാറു ഉണ്ട്. യെസ്, 2 പേരുണ്ട്. ഓണത്തിന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം തൃശ്ശൂർ റൗണ്ടില് പുലികൾ ഇറങ്ങാറില്ലേ? യെസ്. ഓക്കെ. വെരി ഗുഡ്. യെസ്, തൃശ്ശൂർ ജില്ലയിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്, ഇതിന്റെ പെർഫോമൻസ് ഒക്കെ ഉള്ളത്. പിന്നെ ഇതിനെ അവതരിപ്പിക്കാനായിട്ടുള്ള കുറെ സംഘങ്ങളൊക്കെ അവിടെ ഉണ്ട്, അങ്ങനെ അവതരിപ്പിക്കുന്നത്. യെസ്. അടുത്തത്, the traditional song, 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 sung, SUNG, the traditional song sung during Vallangali is called dash. വള്ളംകളി മത്സരവും ഓണാഘോഷത്തിന്റെ ഭാഗമാണ്. യെസ്, അശ്വതി, കറക്റ്റ് ആൻസർ ആണ്. The answer is വഞ്ചിപ്പാട്ട്. യെസ്, ഓക്കെ. വഞ്ചിപ്പാട്ട്. ഓക്കെ, ബിൻസി, അപർണ, ബിന്ദു, കറക്റ്റ് ആൻസർ. The traditional song sung during വള്ളംകളി is called വഞ്ചിപ്പാട്ട്. അതിനെ പറയുന്ന പേരാണ് വഞ്ചിപ്പാട്ട്. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അതിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന അവസാനത്തെ ചോദ്യമാണത്. Which day marks the start of Onam? Which day marks the start of Onam? Yes, Ashwini, Srikutti, correct answer ആണ്. Archana Achu, correct answer ആണ്. Yes, അതാണ് ഏത്? The answer is today, അത്തം. ഓക്കെ, ശ്രീകുട്ടി പറഞ്ഞ കറക്റ്റ് ആണ്. ടുഡേ ഈസ് അത്തം. യെസ്, അപ്പോ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് അത്തമാണ്. അത്തം മുതലാണ് ഓണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്തത് ഓണത്തെ കുറിച്ചാണ്. ഓണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാൻ പറഞ്ഞു. കുറച്ചു പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. യെസ്, ഇനി ആർക്കെങ്കിലും നേരത്തെ നോക്കി തീരാത്ത ആർക്കെങ്കിലും ഇപ്പൊ പറയാനാണെങ്കിൽ പറയാട്ടോ. ഓണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതോ. സുധീഷ, ഞങ്ങളുടെ ഓണം സെലിബ്രേഷനെ കുറിച്ച് ഡിസ്കഷനിലായിരുന്നു. അപ്പോ ഓണം എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് ഡിസ്കഷനിലായിരുന്നു. നിങ്ങളെല്ലാവരും ടീച്ചർമാരായിട്ട് ഞങ്ങൾ സങ്കല്പിച്ചിട്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങളുടെ ചോദ്യത്തിന് കുറച്ച് ടീച്ചർമാരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും പ്രതികരിക്കാൻ താല്പര്യമുള്ളവർക്ക് പറയാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം. ആർക്കെങ്കിലും? യെസ്. അപ്പൊ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടെൻസിന്റെ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് തിരിച്ചു വരാം. യെസ്, അപ്പൊ നമ്മളിവിടെ ഡിഫറെന്റ് ടെൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞപ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് എഴുതി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതിലേതെങ്കിലും ഒന്ന്.
പിന്നെ വെർബ് എഴുതി ആ വെർബിന്റെ കൂടെ ഒരു ing കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായി? പ്രസന്റ് കണ്ടിന്യൂസ് ആയി. അങ്ങനെയുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ആയ ടെൻസിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതാണ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing. അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ പോസിറ്റീവ് ടൈപ്പുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹി ഈസ് റണ്ണിങ്, ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, they are working in BSNL, I am doing my homework. ഇതെല്ലാം നമ്മളത് പറഞ്ഞു. യെസ്. പിന്നെ നമ്മൾ പറഞ്ഞത് അതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ കിട്ടി. They are not coming, they are not reading, he is not doing homework, I am not eating food. അങ്ങനെ നമുക്ക് പറയാം. യെസ്. അപ്പൊ നെഗറ്റീവ് വാചകങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളുടെ ക്വസ്റ്റ്യൻ മോഡൽ വാചകങ്ങൾ ഉണ്ടാക്കി. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ചോദ്യമായിട്ട് മാറി. ആർ യു റീഡിങ് ന്യൂസ് പേപ്പർ? യെസ്. നമ്മളൊരു വീട്ടിലേക്ക് അയച്ചിരുന്നു. അയാള് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാരൻ പേപ്പർ വായിക്കുന്നത് നമ്മൾ കാണുകയാണ്. എങ്കിലും മലയാളിയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് ചോദിക്കും, പേപ്പർ വായിക്കുകയാണല്ലേ എന്ന് ചോദിക്കും. യെസ്, അങ്ങനെയാണ് ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ഇതിനെ വിളിച്ച് ആർ യു റീഡിങ് ന്യൂസ് പേപ്പർ? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുകയാണല്ലേ? യെസ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ചോദിക്കാം. ആർ യു ഈറ്റിംഗ് ഫുഡ്? ഭക്ഷണം കഴിക്കുകയാണല്ലേ? ഈസ് ഹി റീഡിങ് ദ ബുക്ക്? അവൻ പുസ്തകം വായിക്കുകയാണ് അല്ലേ? ആം ഐ തിങ്കിങ്? ഞാൻ ചിന്തിക്കുകയാകുന്നു. ഓക്കെ. അങ്ങനെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് അത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറും. ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അത് ചോദ്യമായിട്ട് മാറുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും വാചകങ്ങൾ പറയാവുന്നതാണ്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. യെസ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ആദ്യം വരുന്ന വാചകം. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആദ്യം വരുന്ന വാചകങ്ങൾ പറയാം. അപ്പൊ അത് ചോദ്യമായി. അശ്വതി പറയുന്നു ഈസ് ഹി ഈറ്റിംഗ് ചോക്ലേറ്റ്? കറക്റ്റ് ആണ്. അതിന്റെ ആൻസർ പറയുമ്പോൾ യേസ് അല്ലെങ്കിൽ നോ എന്ന് പറയണം കേട്ടോ. കാരണം ഈ ചോദ്യങ്ങൾ മുഴുവനും യേസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. either yes or no. Yes, I am eating. Are you studying? Okay, Vinci, correct. Are you studying? Is he listening to music? Okay, correct, Sudisha. Is he listening to music? Yes. Is this year your book? Aparna, അതിൻ്റെ അകത്ത് ing വന്നില്ല കേട്ടോ. ing കൂടി വരുമ്പോഴാണ് അതിൻ്റെ അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ ക്വസ്റ്റ്യൻ പോലെ ആകുമ്പോൾ കേട്ടോ. നമുക്ക് അല്ലാതെ ചോദിക്കാം ഈസ് ഇറ്റ് യുവർ ബുക്ക് എന്ന് ചോദിക്കാം, തെറ്റല്ല. പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലേ. ഓക്കെ. ആർക്കെങ്കിലും? യെസ്. ആർ ദേ വർക്കിംഗ് ടുഗദർ അറ്റ് ഓഫീസ്? ഓക്കെ ഹിബ, ആർ ദേ വർക്കിംഗ് ടുഗദർ? അപ്പൊ ഒരുമിച്ചാണോ ജോലി ചെയ്യുന്നത്? ആർ ദേ വർക്കിംഗ് ടുഗദർ? യെസ്. ആർക്കെങ്കിലും? ഓക്കെ. അപ്പോ യെസ്. Am I doing anything wrong? No, you are not doing anything wrong. You are always doing right. Yes. Am I doing anything wrong? Yes. Anything? Yes. അപ്പൊ ഇനി ആർക്കും പറയുവാനില്ല എന്നുള്ള വിചാരത്തില് ഞാൻ പ്രസന്റ് കണ്ടിന്യൂസ് അവസാനിപ്പിക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി പറയുന്നു, സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ഏജ്. ഓക്കെ. ഇനി അടുത്ത ടെൻസിലേക്ക് പോവുകയാണ്. അടുത്ത ടെൻസ് അഞ്ചാമത്തെ ടെൻസാണ്. അഞ്ചാമത്തെ നമ്മൾ പറയുന്നത്
ഇതിനു മുമ്പ് നമ്മൾ 4 എണ്ണം പറഞ്ഞു. ആ 4 എണ്ണത്തിന്റെ പേരുകൾ മാത്രം ഞാൻ പറയുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടെൻസിന്റെ പേരാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. നേരത്തെ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ്, ഇനി പറയാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ഇപ്പോഴില്ലത്, അതായത് കഴിഞ്ഞുപോയി. പാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കഴിഞ്ഞുപോയ സംഭവമാണ്. നേരത്തെ വേറെ ഒരു ആക്ഷന്റെ ഇടയ്ക്ക് തുടർന്നുകൊണ്ടിരുന്ന മറ്റൊരു പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോഴാണ് പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. കേട്ടാ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ, അതാണ് ആക്ഷൻ, ഒരു വെർബ്. അവൾ ഉറങ്ങുകയായിരുന്നു, അത് രണ്ടാമത്. അന്നേരത്തെ അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ് പറയുന്നത്. അന്നേരത്ത് അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യം പിറ്റേ ദിവസം പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഉറങ്ങുകയാണെന്നാണ് അല്ല, ഇപ്പൊ വേറെ പല കാര്യങ്ങളിലായിരിക്കും. ആ സമയത്ത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള പ്രവൃത്തി അതായിരുന്നു. അതാണ് യെസ്. അപ്പോ നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ, ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അത് കഴിഞ്ഞതിന് ശേഷം ing. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേർ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ഒരു ing കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. അപ്പൊ വാസ് ഇതിന്റെ കൂടെ വരും. യെസ്, അത് തന്നെ ബിൻസി. ഈ സാമാർ മാറിയിട്ട് വാസോർ വേറെ ആവുന്നു. അവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും അർത്ഥം ആകുന്നു എന്നാണ്. വാസിന്റെയും വേറിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണ്. ഇതാണ് ഒരു വ്യത്യാസം. ഒന്നാകുന്നു, ഒന്നായിരുന്നു. ഒന്ന് പ്രസന്റ്, ഒന്ന് പാസ്റ്റ്. യെസ്. ഇപ്പൊ വാസോർ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വാസ് അല്ലെങ്കിൽ വേർ. യെസ്. അപ്പോ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് മാറ്റിയിട്ട് വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന എന്തായാലും വെറുതെ ഞങ്ങൾ പറഞ്ഞു പോകുന്ന മാത്രമേ ഒരു പ്രാവശ്യം. വാസ് ഏതിന്റെ കൂടെ വരും? ഐ കഴിഞ്ഞാൽ വാസു വരും, ഐ വാസ്. അത് കഴിഞ്ഞാൽ ഹി കഴിഞ്ഞാൽ എന്ത് വരും? വാസു വരും. ഷീ കഴിഞ്ഞാലും എന്ത് വരും? വാസു വരും. പിന്നെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അപ്പോഴും വാസു വരും. യെസ്. സിംഗുലർ ഓക്കെ ഫരീദ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും വാസു വരും. ഇതൊഴിച്ചുള്ള ബാക്കി എല്ലാത്തിന്റെയും കൂടെയും വേറെ. അങ്ങനെ ചിന്തിക്കാം. എങ്കിലും നമുക്കൊന്ന് പറയാം. വിയുടെ കൂടെ വേറെ വരും, വി വേർ. ദയുടെ കൂടെ വേറെ വരും, ദേ വേർ. യുവിന്റെ കൂടെ വേറെ വരും, യു വേർ. പിന്നെ പ്ലൂരൽ, മോർ ദാൻ വൺ. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അവിടെയും എന്ത് വരും? പ്ലൂരൽ. അവിടെയും പ്ലൂരൽ. യെസ്. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞ് പിന്നെ വെർബ്, പിന്നെ ing. ഓക്കെ. അശ്വതി, വിശാൽ. Yes. Okay, sir. Okay. How are you? Fine, sir. Very good, very good, very good. അപ്പോ അശ്വതി, എനിക്കൊരു ഡൗട്ട്. ഐ സബ്ജക്റ്റ് ആകുമ്പോ ഉപയോഗിക്കുന്ന വെർബ് വാസാണ് വേറാണ്? Was. 100% ഉറപ്പാണ്. Example, I was studying when the light went out. I was Yes. studying. ഐ വാസ് സ്റ്റഡിയിങ് കറക്റ്റ് ആണ്. യെസ്. ഐ അപ്പൊ അതിന് സംശയം ഇതാണ്, ഐ കഴിഞ്ഞാൽ വേറെ വരില്ല. ഐ കഴിഞ്ഞാൽ വേറെ വരില്ല എന്ന് അസന്നിഗ്ധമായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഐ കഴിഞ്ഞിട്ട് ഈസ് വരുമോ ഞാൻ ചോദിച്ചാണ് അല്ലേ? Okay. ഞാനൊരു സംശയം ചോദിച്ചാണ്, ഐ കഴിഞ്ഞിട്ട് വേറെ വരുമോ?
I was, I were. വേറെ പറയില്ല അല്ലേ? I don't know. ബിൽസ് പറയുന്നു, ഇല്ലാന്ന് I don't പറയുന്നു. യെസ്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ഐ കഴിഞ്ഞതിന് ശേഷം വേറെ കാണുകയാണോ? ഓക്കെ, ശരി, നിങ്ങൾ അത് പറയും, ഇത് മിസ്റ്റേക്കല്ല. കാരണം എനിക്ക് ഐ കഴിഞ്ഞിട്ട് വാസാണ് പറയുന്നത്, പക്ഷെ വേറെയാണ് വന്നേക്കുന്നത്. അപ്പൊ അത് പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഐ കഴിഞ്ഞാൽ വേറും വരും. അപ്പോ അതിന്റെ കൂടെ വാസേ വരും, അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷെ വേറും വരും. ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. അശ്വതി പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്ന ഒരു കാര്യം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ ഐ കഴിഞ്ഞാൽ വാസു വരില്ല, വേറെ വരും. ആ ഒരൊറ്റ കണ്ടീഷനിൽ ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വരുള്ളൂ. യെസ്, അത് തന്നെയാണ് ശ്രീലക്ഷ്മി പറഞ്ഞു വരുന്നത്. യെസ്, ഓക്കെ. ആ ഒരൊറ്റ കണ്ടീഷനിൽ വേറെ വരും. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അൺറിയൽ കണ്ടീഷൻ എന്ന് പറയും. റിയൽ സത്യമാവാൻ സാധ്യതയുള്ള, അൺറിയൽ ഒരിക്കലും സത്യമാവാനായിട്ട് സാധ്യതയില്ല. ഇത് ഇമാജിനറി കണ്ടീഷനാണ്. ഇമാജിനറി, സങ്കല്പിക്കുക നമ്മൾ. എനിക്ക് വേണമെങ്കിൽ പറയാം, അശ്വതിനെ നോക്കിയിട്ട് ഞാൻ പറയുന്നത്, അശ്വതിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഓക്കെ കാവ്യ, കറക്റ്റ് ആണ്. യെസ്, എന്തെങ്കിലും നടക്കുമോ? ഒരിക്കലും നടക്കില്ല. അശ്വതി ജനിച്ചു, ഞാനും ജനിച്ചു. പിന്നെ ഇങ്ങനെ അല്ല, അങ്ങനെയുള്ള സംഗതികളില്ല, ഒരിക്കലും നടക്കാൻ സാധ്യത. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഐ കഴിഞ്ഞാലും വേറെ. യെസ്, അവിടെ നിങ്ങൾ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കളയരുത്. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പറയാം, ഇഫ് ഐ വേർ ഇൻ ദ പ്ലേസ് ഓഫ് അശ്വതി. ഇഫ് ഐ വാസ് അല്ല, ഇഫ് ഐ വേർ ഇൻ ദ പ്ലേസ് ഓഫ് അശ്വതി, അശ്വതിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. എനിക്ക് വേണമെങ്കിൽ പറയാം, ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഐ വുഡ് ഫ്ലൈ ഇൻ ദ എയർ, ഞാൻ വായുവിൽ പറന്നു നടന്നേനെ. ഇഫ് ഐ വാസ് എ ബേർഡ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എനിക്ക് ഒരിക്കലും ഒരു പക്ഷിയാവാൻ പറ്റില്ല. ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇഫ് എന്ന് പറയുന്ന ക്ലോസ് ഉണ്ട്, അത് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ടെൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം ഈ ഒരു സംഗതി പറഞ്ഞപ്പോൾ അതിനെ കൂടി ഇതും കൂടി നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ഐ കഴിഞ്ഞാല് വാസേ വരൂ, പക്ഷെ വേറെ വരുന്ന ഒരു സാഹചര്യമുണ്ട്, അൺറിയൽ കണ്ടീഷനാണ്. ഓക്കെ, ഷക്കീല. അപ്പൊ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക, ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്ന വാചകങ്ങൾ പറഞ്ഞു. ഐ കഴിഞ്ഞാൽ വാസേ വരൂ, പക്ഷെ വേറെ വരും. ഇങ്ങനെയിരിക്കാം, ഇഫ് ഐ വേർ എ ബേർഡ്. യെസ്, ഇഫ് ഐ വേർ ഇൻ ദ പ്ലേസ് ഓഫ് അശ്വതി, അശ്വതിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. യെസ്, അതുപോലെ ഐ കഴിഞ്ഞാല് വേറെ വരുന്ന വാചകം എന്ന് പറയും, ഒരിക്കലും നടക്കാൻ. ഇഫ് ഐ വേർ ടോളർ, അത് വേണമെങ്കിൽ ആയിക്കൂടെ. അശ്വതി കുറച്ചാൾ കഴിയുമ്പോ ഒരു ഒപ്പൊക്കെ കൂടിക്കൂടെ. യെസ്, എന്നാലും നമ്മൾ വേറെ വിഷയം പറഞ്ഞു അശ്വതി. യെസ്, അശ്വതിയെ സംബന്ധിച്ച് അറിയാമെങ്കിലും നടക്കാൻ സാധ്യതയില്ല എന്ന്. യെസ്, ഇഫ് ഐ വേർ ഇഫ് ഐ വേർ സ്റ്റഡി വെൽ എന്ന് പറയുമ്പോൾ ചെറിയ ഗ്രാമർ. ഇഫ് ഐ വേർ എൻ ഏഞ്ചൽ, അത് കറക്റ്റ് ആണ്. അപ്പൊ വിൽ പ്ലസ് എന്നുള്ള വുഡ് പ്ലസ് എന്നാക്കാം കേട്ടോ. യെസ്, ഇഫ് ഐ വേർ എ മജീഷ്യൻ, ശ്രീകുട്ടി, അതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. കാരണം പഠിച്ചാവാലോ. മാജിക്കൽ കോഴ്സ് പഠിക്കുക, അതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ലല്ലോ. യെസ്, ഓൺലൈനായിട്ട് പഠിച്ചാലും മതി. ഒരിക്കലും നടക്കരുത്. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ ശ്രീകുട്ടി മനസ്സിൽ പറഞ്ഞത് എന്റെ സ്വഭാവം അനുസരിച്ചാണ് സാറേ ഞാൻ പറഞ്ഞത്, ഞാനാവില്ല. ഇഫ് ഐ വേർ എ ചൈൽഡ്, സബീറ അയ്യല്ലേ, അപ്പൊ ചൈൽഡ് എന്നാക്കിക്കോ. യെസ്, ഓക്കെ 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 സബീറ. യെസ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഐ കഴിഞ്ഞാലും വാസ വരികയുള്ളൂ. പക്ഷെ അൺറിയൽ കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഐ കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ വരും. അത് അൺറിയൽ കണ്ടീഷൻ. ഇത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലോട്ട് വരാം. സബ്ജക്റ്റ് കഴിഞ്ഞ്, വാസ് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞ്, വെർബ് കഴിഞ്ഞ്, അതിന്റെ കൂടെ ING കൂടി ചേർത്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതിന് പറയുന്ന പേരാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇത് പറയാം, ഐ വാസ്
thinking about my future. ഞാൻ എൻ്റെ ഭാവിയെ കുറിച്ച് she was going to write a letter. ഓക്കെ പറഞ്ഞ കറക്റ്റ് ആണ്. ഇതൊരു വേറെ വെച്ച് പറയും. യെസ്. യെസ്, വേറെ വെച്ച്. they were dancing. Okay, Farida, correct ആണ്. They were playing. Okay, Sudisha, they were playing. Yes. Okay. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് പിടികിട്ടി. സബ്ജക്റ്റ് എഴുതി, വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, വെർബ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ING കൂടി ചേർത്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. യെസ്, പിടികിട്ടിയല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. Yes. സിമ്പിൾ ആയ ചോദ്യങ്ങളാണ്. യെസ്, ചോദ്യം ഇതാണ്. Your answer should start with the letter E. E എന്ന് പറയുന്ന അക്ഷരത്തിലാണ് നിങ്ങളുടെ ആൻസേഴ്സ് ആരംഭിക്കേണ്ടത്. E, എലിഫന്റ്. ഓക്കെ, സിമ്പിൾ ആയ ചോദ്യമാണ്. ചോദ്യം, a piece of PIECE, piece, a piece of jewelry worn on the ear, EAR. Kavya, Farida, Aina. Yes, correct answer ആണ്. ഇയറിംഗ് ആണ്. അപ്പൊ ഞാനതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ളവർക്ക് ചോദിച്ചതാണ്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sound that is reflected. Aina, Sudisha, Hiba. Aina, Sudisha and Hiba. Correct answer ആണ്. The sound which is reflected, reflect ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നതാണ് echo. Correct answer. Yes. അടുത്തത്, a long fish. A long fish that looks like Sudisha, Ayana, Hiba. Sudisha, Ayana, Hiba. ഞാൻ ചോദ്യം പോലും മുഴുവനാക്കിയില്ല, അതിനു മുമ്പ് ആൻസർ വന്നു. എങ്കിലും ഞാൻ ചോദ്യം വെറുതെ ഒന്ന് പറയുകയാണ്. A long fish that looks like a snake. അതേതാണ്? അത് ഈലാണ്. അപ്പോ ഇന്ന് വേറെ ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, ഒരു അരമണിക്കൂർ കൂടി നമ്മളത് എടുത്തിട്ട് അവസാനിപ്പിക്കും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. An imaginary line. An imaginary line around the middle of the earth. Hiba, Srikuti, Sajana. Hiba, Srikuti നേരത്തെ വന്നിട്ടില്ല അല്ലേ? Srikuti, Sajana. കറക്റ്റ് ആൻസർ ആണ്.
that imaginary line that is called equator. നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയില്ലേ, ആ സംഗതി തന്നെയാണ് ഭൂമധ്യരേഖ. യെസ്, കറക്റ്റ് ആണ്. അടുത്ത് ചോദ്യം ഇത്തിരി ലെങ്ത് ആണെന്നുള്ളൂ, ആൻസർ വളരെ എളുപ്പമാണ്. ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയുക. ശ്രദ്ധിക്കുക. ടു മേക്ക് പീപ്പിൾ മൂവ് ഔട്ട്. To make people move out from where they are living. From where they are living. Exit alla. Srilakshmi, Asha, Sudisha. ശ്രീലക്ഷ്മി നേരത്തെ വന്നിട്ടില്ല അല്ലെ? ശ്രീലക്ഷ്മി, ആശ ആൻഡ് സുധീഷ കറക്റ്റ് ആണ്. താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ പുറത്താക്കില്ലേ, അതിനെ പറയുന്ന പേരാണ് എവിക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇവാക്യുവേറ്റ് എന്ന് പറയാം. യെസ്, എവിക്ഷൻ, കുടിയൊഴിപ്പിക്കലിന് വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ് എവിക്റ്റ്. Next question. People living in ice, 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 near Arctic coast, COAST. അല്ല, വേറൊരു പേരാണ്. People living in ice near Arctic coast, COAST. Ayana, Archana, Ashwini. Ayana, Archana നേരത്തെ വന്നിട്ടില്ല അല്ലേ? അർച്ചന ആൻഡ് അശ്വതി. അശ്വതി നേരത്തെ വന്നിട്ടില്ല. Yes, correct answer ആണ്. That answer is called Eskimos. Eskimos are. Next question. A machine that provides PROVIDES power for work. A machine. Ashwini, Hiba, Srilakshmi. Ashwini, Hiba and Srilakshmi. Correct answer ആണ്. That is called engine. അതിനെ പറയുന്ന പേരാണ് engine. Correct answer. Correct answer. അടുത്തത് ഞാനൊരു സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷൻ പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾ പറയും. ചോദ്യം ഇതാണ്. When the moon comes between sun and earth. Sudisha, Srilakshmi, Sajana. Sudisha, Srilakshmi, Sajana. Correct answer ആണ്. അതിനെ പറയുന്ന പേരാണ് eclipse. Yes. The moon comes between earth and sun. Okay. Come to the next question. Question is to receive an income for doing work. Hiba, Ayana, Bindu. Hiba, Ayana, Bindu Satyan, അല്ലേ? Yes, correct answer ആണ്. That answer is A. സമ്പാദിക്കുക അല്ലെങ്കിൽ നേടുക എന്നൊക്കെ പറയും. To receive
an income for doing work. Another question is a large bird with Sudisha, Ayana, Ashwini. Sudisha, Ayana, and Ashwini. Yes. ഞാൻ ചോദ്യം മുഴുവനാക്കിയില്ല, അതിന് മുമ്പ് ഒരു ഉത്തരം വന്നു കഴിഞ്ഞു. ചോദ്യം ഇതായിരുന്നു, ഈ ചോദ്യം വരുന്നത് പറയാം. എ ലാർജ് ബേർഡ് വിത്ത് എ സ്ട്രോങ് ഐസൈറ്റ്, EYE ഐസൈറ്റ്, ഏതൊരു ചോദ്യം. Next question. The study of money, MONEY, is called dash. Yes, Sudisha, Padmasri, Asha. Sudisha, Padmasri. Padmasri നേരത്തെ വന്നിട്ടില്ല അല്ലേ? സർ രണ്ടില് ഞാൻ ഫസ്റ്റ് പറഞ്ഞേക്ക്, ഈഗിൾന്നും എക്കണോമിന്നും. ഏതാണ്? ഫരീദ. യെസ്, ഫരീദ നേരത്തെ വന്നിട്ടില്ല. ഫരീദ വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. യെസ്, കറക്റ്റ് ആണ്. ഇക്കണോമിക്സ് ആണ് കറക്റ്റ്. ഇക്കോണമി എന്ന് പറയുമ്പോൾ അത് ആ ഒരു സ്ഥലത്തുമായിട്ട് പറയും. ഇക്കണോമിക്സ് എന്ന് പറയും. യെസ്. അടുത്തത് വെരി സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ് എക്സിറ്റ്, EXIT. ഇത്രയും എളുപ്പമുള്ള ചോദിക്കില്ലെന്നല്ലേ? ശ്രീലക്ഷ്മി, പത്മശ്രീ, ഫരീദ. ശ്രീലക്ഷ്മി, പത്മശ്രീ ആൻഡ് ഫരീദ. എക്സിറ്റ് എൻട്രി ആണ്. എൻട്രി, എക്സിറ്റ് എൻട്രി. എൻട്രി എന്ന് പറഞ്ഞാലും ഞാൻ അതിനെ പരിഗണിച്ചിട്ടുണ്ട്. യെസ്, ഇതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഇതവിടെ നിൽക്കട്ടെ. ഇനി ചോദ്യത്തിന്റെ ആൻസർ, ക്വസ്റ്റ്യൻ വേറെ മോഡിലോട്ട് മാറുകയാണ്. ഞാൻ പറയുന്ന സ്പെല്ലിങ് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ഗ്യാപ്പ് ഇട്ട് എഴുതുക. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് എഴുതി. യെസ്, സ്പെല്ലിംഗ് ഇതാണ്. RALUENBGU. ഇത് ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. നിങ്ങൾ അതിനെ കറക്റ്റ് ഓർഡറിലാക്കണം. അങ്ങനെ നിങ്ങൾ ഓർഡറിലാക്കുമ്പോ ഓക്കെ സുധീഷ. യെസ്, സുധീഷ, അശ്വതി, സജന അല്ലേ? സുധീഷ, അശ്വതി, സജന. യെസ് യെസ്, ഞാൻ കൂടി പറയാം. നിയമം മുഴുവൻ ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് ഉത്തരം വന്നു പോയി. യെസ്, സംഭവം ഇതാണ്. ഇനിയും പറയാൻ പോകുന്ന ഒരു 6 ഇതുപോലെ തന്നെയാണ്. മിസ്റ്റേക്ക് ആയിട്ടുള്ള സ്പെല്ലിങ് ഞാൻ പറയും, നിങ്ങൾ അതിനെ കറക്റ്റ് ഓർഡറിലാണ്. ആ ഓർഡറിലാക്കുമ്പോൾ കിട്ടുന്നത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും. ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. സ്ഥലത്തിന്റെ പേരാണ് ആൻസർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം ബാംഗ്ലൂരു അതാണ്. യെസ്, അതിനകത്ത് പറയട്ടെ സ്പെല്ലിംഗ്. IPRUJA. ഹിബ, ശ്രീകുട്ടി, രാജ്. ഹിബ, ശ്രീകുട്ടി നേരത്തെ വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മിയാണ്. ശ്രീകുട്ടി, രാഗി അല്ലെ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. The name of the place is Jaipur. Jaipur. Yes. അടുത്ത സ്പെല്ലിംഗ് ഇതാണ്. LHIPUR.
D E. Ayana Srilashmi Ashwini. Ayana Srilashmi Ashwini. Yes. Okay. The answer is Delhi. Answer is Delhi. Yes. Correct answer. அடுத்தது RISAVANA. Sudhisha, Srikuti, Reshma. Sudhisha, Srikuti. ശ്രീകുട്ടി കഴിഞ്ഞ് ഞാനാണ് പറഞ്ഞത്. No? ശ്രീകുട്ടി കഴിഞ്ഞ് ഞാനാണ് പറഞ്ഞത്. Ashwini, അല്ലേ? Yes, Ashwini. Okay. Correct answer ആണ്. The answer is Varanasi. കേട്ടോ. അടുത്ത സ്ഥലത്തിന്റെ പേര് എഴുതിക്കോളൂ. RUSTA. Sudhisha, Srikuti, Ashwini. Sudhisha, Srikuti, Ashwini. Yes. The name of the place is Surat. Okay. Correct. ഇനി ആ സെക്ഷനിലുള്ള ലാസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ്. ABPOHL. ഇവ പിന്നെ ബിൻസിന് മുകളിൽ പിന്നെ പറഞ്ഞതാണ്. ഇവ ബിൻസിക്ക് മുമ്പ് രാഗി. ഓക്കെ. ബിന്ദുവിനും പരിഹരിച്ചിട്ടുണ്ട്. പഠിക്കണ്ട. യെസ്. എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നത് മാർക്കാണ്. അത് ഞാൻ വാരിക്ക് വരുത്തരും. ഇതുള്ളത്. യെസ്. ഇനി ഞാൻ വേറെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ എസ് എന്നായിരിക്കും. യെസ്. സ്റ്റേറ്റ് എസ്. ഓക്കെ. ഞാൻ അതിന് മീനിങ് പറയാം. അതിന്റെ വൺ വേർഡ് നിങ്ങൾ പറയാം. DIRTY. A dirty mark on something. A dirty mark on something. Skin അല്ല സുലക്ഷ്മി. A dirty mark. DIRTY. Dirty mark on something. കാവ്യ ദൃശ്യം കഴിഞ്ഞാൽ ആരായിരുന്നു? കാവ്യ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. കാവ്യ ദൃശ്യം വന്നിട്ടില്ല. കാവ്യ ദൃശ്യ പിന്നെ കൂടി രണ്ട് ആരുടെ പേര് കിട്ടിയ ശ്രീലക്ഷ്മി. യെസ്. ഓക്കെ. അതായത് നമുക്കിപ്പോ ഇന്ത്യക്ക് വസ്തുവിൽ എന്തെങ്കിലും അടയാളം വരില്ലേ? തറ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആ പേരാണ് സ്റ്റെയിൻ. STAIN. സ്റ്റെയിൻ. അടുത്തത് അയൺമാൻസ്. IRON MAN'. Ironman's industry is known as dash.
iron mass industry is known as dash. ഇത് സ്റ്റീൽ അല്ല. നിങ്ങൾ വല്ല ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണാറുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു പേര് വന്ന് പരാമർശിച്ചു പോവാം. സുദിഷ, സജന, സുദീഷ, സജന. പിന്നെ ആരായിരുന്നു? സുദീഷ, സജന, അർച്ചന, അച്ചു. അർച്ചന. യെസ്, ഓക്കെ, അർച്ചന. യെസ്, അതിന്റെ പേര് സ്റ്റാർക്ക് ഇൻഡസ്ട്രി എന്നാണ്. സ്റ്റാർക്ക് ഇൻഡസ്ട്രി ഈസ് കോൾഡ് അയൺ മാൻസ് ഇൻഡസ്ട്രി. നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. അപ്പൊ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന തോക്ക്, മറ്റ് ആയുധങ്ങളുടെ ഒക്കെ സൈഡിൽ ഈ പേര് എഴുതിയിട്ടുണ്ട്, സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്. അടുത്തത് past tense of, simple ആയിട്ട് past tense of steel, S-T-E-A-L, steel. സുദീഷ, രേഷ്മ, ഹിബ. സുദീഷ, രേഷ്മ. രേഷ്മ നേരത്തെ വന്നാണല്ലോ. സുദീഷ, രേഷ്മ വന്നിട്ടില്ല അല്ലേ? യെസ്. സാർ ഞാൻ വന്നിട്ടുണ്ട്, രേഷ്മ. കുറച്ച് നേരത്തെ എനിക്ക് കേറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ കേറിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതെ, ഞാനേ ഈ ആൻസറിൽ നേരത്തെ വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഓക്കെ 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 ഓക്കെ. യെസ്, പഠിക്കട്ടെ. യെസ്. അടുത്തത് another word for idiotic. Another word for idiotic. Hiba, Sudisha, Srilashmi. Hiba, Sudisha, and Srilashmi. Correct answer, Anna. That answer is stupid. Stupid. Yes. Another. Yes. Okay, okay, Ragin. Yes. ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A disgusting, D-I-S-G-U-S-T-I-N-G, disgusting smell. സുദീഷ, അശ്വതി, ബിന്ദു സത്യ. സുദീഷ, അശ്വതി and Bindu Satyan. Bindu നേരത്തെ വന്നാണല്ലോ. Okay. Very good, very good. That answer is called stinger. S-T-I-N-K, stinger. ഞാൻ കുറച്ച് വേർഡുകൾ പറയാം. അതിനോട് ചേർന്ന് പോകുന്ന, കണക്ട് ചെയ്ത് പോകുന്ന, സിങ്ക് ചെയ്ത് പോകുന്ന വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. വേർഡുകൾ ഇതൊക്കെയാണ്. ലൈറ്റനിങ്, comma, thunder, comma, rain, comma, dash. Sudisha, Hiba, Reshma. Sudisha, Hiba, Reshma. Yes. അതിനോട് ചേർന്നുള്ള മിഡ് ലെറ്റർ നമുക്ക് എസിൽ തുടങ്ങണം. സ്റ്റോം ആണ്. സ്റ്റോം എസിൽ ആരംഭിക്കുന്നത്. യെസ്. ഓക്കെ. ലൈറ്റനിങ്, തണ്ടർ, റെയിൻ. ഓക്കെ ഫരീദ. സ്റ്റോം. അപ്പൊ എസിൽ തുടങ്ങുമ്പോൾ കറക്റ്റ്. യെസ്. മിഡ് അല്ല, കുറച്ചും സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ, S-T-O-N-E, സ്റ്റോൺ ഓർ മെറ്റൽ ഫിഗർ. സുദീഷ അതല്ല. ചോദ്യം പിടികിട്ടിയില്ല, അങ്ങനെ ഒന്നുകൂടി പറയാം. എ സ്റ്റോൺ, S-T-O-N-E, സ്റ്റോൺ ഓർ മെറ്റൽ ഫിഗർ.
ദൃശ്യ ബിന്ദു സത്യൻ രേഷ്മ. ദൃശ്യ ബിന്ദു സത്യൻ രേഷ്മ. ഓക്കെ. The answer is statue. മെറ്റൽ കൊണ്ടോ സ്റ്റോൺ കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള രൂപം. That is called statue. A big piece of, piece means P-I-E-C-E, piece. A big piece of cooked, C-O-O-K-E-D, cooked meat, M-E-A-T. Sudisha, Pari, Sudisha, Archana, Ayana. Sudisha. Sir, Sudisha, Srilashmi, Ashwadi. Sudisha, Srilashmi, Ashwadi. Ashwadi. Yes. പഴയ ചില കൂടുതൽ പഴയ ആൻസറാണ് കയറി വന്നത് കേട്ടോ. യെസ്. അടുത്തത് ഞാൻ പറയുന്ന വേർഡിന് സമാനമായിട്ടുള്ള വേറൊരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. ആരംഭിക്കുക. ചോദ്യം ഇതാണ്. വേർഡ് PAPOUR. അയന, കാവ്യ, അശ്വതി. അയന, കാവ്യ ആൻഡ് അശ്വതി. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ കൃത്യമായിട്ടാണ് പറഞ്ഞത്. യെസ്. ഇനി ഞാനൊരു ചോദ്യത്തിന്റെ സ്റ്റൈൽ ഉത്തരത്തിന്റെ സ്റ്റൈൽ മാറ്റുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ ഇ എന്നും, ഇ എലിഫന്റ്. രണ്ടാമത്തെ ലെറ്റർ എം, മണി. ഈ എമ്മിൽ ഇയും എമ്മും, പിന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാം. യെസ്, അതാണ് ആൻസർ. ഇ ആൻഡ് എം, ആ രണ്ടക്ഷരത്തിലാക്കി. ചോദ്യം ഇതാണ്. എ മാൻ ഹു റൂൾസ്, RULES, empire, who rules an empire. Sudisha, Kavya. Oh, Sudisha, Kavya കഴിഞ്ഞ പിന്നെ ആരായിരുന്നു? Bindu. Bindu. Yes. Bindu. Correct answer ആണ്. That is called emperor. What is the difference between emperor and king? എംപററും കിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഏരിയ. യെസ്. ഈ ചില സ്ഥലത്തെ രാജാക്കന്മാരുടെ മുകളിലാണ് എംപറർ. കാരണം വലിയൊരു സാമ്രാജ്യം ചിലപ്പോ പിടിച്ചടക്കിയിട്ട് ചിലപ്പോ അവർക്കെല്ലാം കൊടുക്കും, നിങ്ങളോട് ഭരിച്ചോ, പക്ഷെ എന്റെ നിയന്ത്രണത്തിലാണെന്ന് വിചാരിക്കും. യെസ്. എംപറർ is a ruler of a vast area. അടുത്തത് a box with nothing inside. Yes. Actually, കാവ്യയുടെ പേര് കിട്ടിയിട്ടുണ്ട്, ബാക്കി ആരും പേര് കിട്ടിയിട്ടില്ല. പിന്നെ ആരെങ്കിലും? Sir, Sudiksha, Binsi, Srilakshmi. Yes. Okay. Correct answer ആണ്. The answer is empty. A box with nothing inside, empty. Next question. ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നു,
ആ സിറ്റുവേഷൻ യോജിച്ച പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. സംതിങ് സീരിയസ് ആൻഡ് ഇറ്റ് ആക്ഷൻ. ഫരീദ, അശ്വതി, അയന, പിന്നെ ഫരീദ, അശ്വതി, അയന, അയനക്ക് മുമ്പ് ഒരാളുകൂടി ഉണ്ടായിരുന്നു. യെസ് യെസ്, ഓക്കെ 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 യെസ്. അപ്പൊ അവിടെ നിൽക്കട്ടെ കേട്ടോ. യെസ്, ഇന്ന് നിങ്ങളുടെ ടീച്ചർ ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ 1.5 മണിക്കൂർ ഇവിടെ നോക്കിയത്. അതുകൊണ്ടാണ് 2-3 ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ ചോദിച്ചത്. ഓക്കെ, യുവർ കോപ്പറേഷൻ വാസ് വെരി സൂപ്പർ. യെസ്. അപ്പൊ എങ്കിലും ചിലപ്പോൾ അത് മാർക്കിലൊക്കെ 1-2 മാർക്കൊക്കെ അങ്ങടങ്ങടൊക്കെ പോയി കാണും. വിഷമിക്കേണ്ട, വിട്ടുകളയാ കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ആഷക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രാഗിക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിൻസിക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദൃശ്യക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചനക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രേഷ്മയ്ക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീകുട്ടിക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സജനയ്ക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ബിന്ദു സത്യന് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫരീദക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാവ്യക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹിബയ്ക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അയനക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. അശ്വതിക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി അടുത്തത് സുധീഷയാണ് ടോപ്പ്. സുധീഷയ്ക്ക് 17. അയ്യോ, ഇതിനകത്ത് ഒരാളെ പേര് ഞാൻ പറഞ്ഞില്ല, ശ്രീലക്ഷ്മിക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് 9 പോയിന്റ്. സുധീഷയ്ക്ക് 17 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. പോയിന്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഇത്തിരി വേഗത കുറവുള്ളതിന് പേര് ഒപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് പേരെ നമ്മൾ പിടിക്കുള്ളൂ, 3 പേരുടെ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സോ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്, അശ്വതി പറയുന്ന പോലെ. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വി വിൽ മീറ്റ്. ഓണം വെക്കേഷൻ ഉണ്ടാവും, 2-3 ദിവസം കിട്ടും. ഡോണ്ട് വറി, ടീച്ചർ പറയൂട്ടോ. യെസ്. അപ്പൊ ഹിമക്ക് ഫോണിൽ ചാർജ് ഉണ്ടായില്ല, അതാണ് പ്രശ്നം ഉണ്ടായത്. യെസ്, ഓക്കെ. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. Thank you, sir. Okay, thanks to all.
Thank you.